പണ്ടൊരിക്കൽ മായാജാലം ശ്വാസം പോലെ പതിഞ്ഞൊരു കാലം. 2 സഹോദരന്മാർ. ഒരാൾ അഥർവം വേദത്തിന്റെ ഗൂഢതന്ത്രത്തിൽ പാണ്ഡിത്യം നേടിയ ചേട്ടൻ തിരുമേനി. മറ്റേയാൾ സത്കർമ്മങ്ങളാൽ സൂക്ഷ്മശക്തികളെ കൈവശപ്പെടുത്തുന്ന അനിയൻ തിരുമേനി. അവർക്ക് ഒരു കഴിവുണ്ടായിരുന്നു: മരിച്ചവരുടെ ആത്മാക്കളെ അവരുടെ ഇഷ്ടത്തിന് അടിപ്പെടാനുള്ള ശക്തി. ഒരു നാൾ അവർ ഒരു ഭീകരപ്രേതത്തെ പിടിക്കാൻ കാട്ടിലിറങ്ങി. പക്ഷേ അവിടെ കാത്തിരുന്നത് ഒരു രക്ഷസ്, അമൂല്യനിധിക്കാവൽ നിൽക്കുന്ന ഭീകരൻ. അതിന്റെ പ്രതിഫലമായി അവർക്ക് കൈവശമായി മാന്ത്രിക കണ്ണാടിയും ഒരു ദണ്ഡും. ആ കണ്ണാടി നോക്കിയാൽ കാലത്തിന്റെ രഹസ്യങ്ങൾ ഭേദിച്ചു കാണാം. ഭൂതം, വർത്തമാനം, ഭാവി, എല്ലാം. അമാനുഷ ശക്തികളുടെ ഉറവിടമായ ദണ്ഡും. എന്നാൽ അതേ കണ്ണാടിയിൽ ചേട്ടൻ തിരുമേനി കണ്ടു ഭാവി. അപ്പോഴും ഭയമായി. അവരുടെ കുടുംബം തകർന്നുപോകുന്നതിന്റെ ദർശനം. ഭയവും സ്വാർത്ഥതയും ചേർന്നു. സഹോദരന്മാർ തമ്മിൽ വേർപെട്ടു. ദണ്ഡും കണ്ണാടിയും കൈവശം സൂക്ഷിച്ച ചേട്ടൻ രാത്രി കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ അടിമനാക്കിയ രക്ഷസിനെ കാവൽ നിർത്തി. ആ ശക്തി മോഹിച്ചവർ ഒന്നൊന്നായി വന്നു. രക്ഷസിന്റെ രക്തഹാസ്യം മാത്രം ശേഷിച്ചു. അങ്ങനെ വർഷങ്ങൾ പറന്നുപോയി. ഒരു തണുത്ത രാത്രിയിൽ മരണത്തിന്റെ നിഴൽ ചേട്ടനെ തൊട്ടപ്പോൾ അവൻ ഒരു പിഴവ് ചെയ്തു. രക്ഷസിനെ മോചിപ്പിച്ചു. അത് ദണ്ഡും കണ്ണാടിയും കൈക്കലാക്കി ഇരുളിലേക്ക് അപ്രത്യക്ഷമായി. ഇപ്പോൾ ആ ശാപത്തെ തകർക്കാൻ മടങ്ങിയെത്തുന്നു അനിയൻ തിരുമേനി. അവന്റെ കൂടെ രക്ഷസിന്റെ രക്തം പോലും മയപ്പിക്കുന്ന ഒരു യക്ഷി. അതിൽ നിന്ന് ആരംഭിക്കുന്നു പുതിയൊരു യുദ്ധം. ശക്തിക്കും സ്വാർത്ഥതയ്ക്കും. അധ്വാനം കൂടാത്ത കാലത്തിനുമേൽ ദണ്ഡിന്റെ ശാപം. ഇതെങ്ങനെയാണ് അവസാനിക്കുക? ഭയം ഇപ്പോഴാണ് തുടങ്ങുന്നത്.